പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രയോറിറ്റീസ് എല്ലാ കാലത്തും വേറെയായിരുന്നു. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ഒരു കരിയർ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ഒരു 1.5 വർഷത്തോളമായി ഒറിജിനൽസ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ചാനലിന്റെ പുറകെ ആയിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു. പെട്ടെന്ന് ഒരു പ്രഗ്നൻസിയിലേക്കൊക്കെ കടന്ന് എൻ്റെ ഒരു അത്തരത്തിലുള്ള ഒരു ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് സത്യസന്ധമായിട്ട് ഞാൻ കുറച്ച് ഡിലേ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുവിധം ഞാൻ അത്തരം കാര്യങ്ങളിലെല്ലാം ഞാൻ സെറ്റിലായി എന്ന് എനിക്ക് സ്വയം ബോധ്യം വന്നപ്പോഴാണ് എങ്കിൽ ശരി 2025 എന്ന് പറയുന്നത് ഒരു 33 വയസ്സ് കഴിയുകയാണ്. അപ്പോൾ കുറച്ച് എന്താ പറയുക, പലരും ഇങ്ങനെ പറഞ്ഞു ഓവർ ഏജ്ഡ് ആണ്, ഹൈ റിസ്ക് പ്രഗ്നൻസിയിലേക്ക് മാറാനുള്ള സമയമായി, അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് ഡിലേ ചെയ്യിക്കല്ലേ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള എന്താ പറയുക കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ ഒക്കെ നാലുപാടൊന്നും കേട്ടിരുന്നു. പക്ഷെ ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ് 2025 ഒരു ഫാമിലി പ്ലാനിങ് ചെയ്യണം. ഒരു കുട്ടിയെ ഇനി എനിക്ക് അങ്ങനെ ഒരു മദർഹുഡിനെയൊക്കെ ഹഗ് ചെയ്യാനുള്ള ഒരു സമയമായി, വെൽക്കം ചെയ്യാനുള്ള സമയമായി എന്നുള്ളത്.